വൽ അസ്ർ, കാലം തന്നെയാണ് സത്യം. ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ, മനുഷ്യൻ തീർച്ചയായും നഷ്ടത്തിലാണെന്ന് പറയുന്നു. 4 കാര്യങ്ങൾ ചെയ്തവനൊഴികെ നഷ്ടത്തിലാണ്. ഇല്ലല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാത്ത് വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ്സബ്ർ. എന്ത് സുന്ദരമായി പറയുന്നു, മനുഷ്യൻ നഷ്ടത്തിലാ. പക്ഷെ 4 കാര്യങ്ങൾ ചെയ്തവരാരുണ്ടോ അവൻ നഷ്ടത്തിൽ നിന്ന് മാറി നിൽക്കുന്നു. ഇല്ലല്ലദീന ആമനൂ, അവൻ വിശ്വസിച്ചവനാണെങ്കിൽ, വഅമിലുസ് സ്വാലിഹാത്ത്, അവൻ അമലുസ് സ്വാലിഹാത്തുകൾ അവന്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ, വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ്സബ്ർ, ക്ഷമയുടെ അങ്ങേയറ്റം ഖുർആൻ വിവരിക്കുന്നു. സബറിന്റെ അങ്ങേയറ്റം. പ്രബോധന വീതിയിൽ 40, 50, 60 വർഷം ഒരു വിശ്വാസം കൊണ്ട് കൊണ്ടു നടന്ന ഉമ്മയോടും ഉപ്പയോടും നാട്ടുകാരോടും കൂട്ടുകാരോടും അയൽവാസിയോടും നന്മ നിറഞ്ഞ വർത്തമാനം, തൗഹീദിന്റെ പ്രബോധനത്തിന്റെ പ്രവർത്തനത്തിൽ നമ്മൾ ഉൾക്കൊണ്ടൊരു സത്യം 40 വർഷം മനസ്സിൽ ഉറച്ചുപോയ ഒരു മനുഷ്യനോട് നമ്മൾ പറയുമ്പോൾ അവിടെ ക്ഷമ വേണ്ടി വരും. സ്വന്തം ഉപ്പയായാലും കൂട്ടുകാരനായാലും നാം പറഞ്ഞ അതേ സമയം അവരത് ഉൾക്കൊള്ളണമെന്നോ സ്വീകരിക്കണമെന്നോ യാതൊരു നിർബന്ധവുമില്ല. അതുകൊണ്ട് പറയേണ്ടി വരും. കൂട്ടുകാരോട് വീണ്ടും 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 പറയേണ്ടി വരും. ഉമ്മയോട് വീണ്ടും 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 പറയേണ്ടി വരും. അത് മടുപ്പില്ലാതെ കൊണ്ടുപോകുന്നവൻ അവനാണ് വിജയികൾ. എല്ലാത്ത പണികളും മുട്ടുന്യായങ്ങളും പറഞ്ഞ് മാറി നിൽക്കുന്നവനാണോ? നമുക്കുള്ള ആയത്താണ് ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ, മനുഷ്യൻ നഷ്ടത്തിലാണെന്ന് പറയുമ്പോൾ ആ മനുഷ്യൻ നഷ്ടത്തിലാകുന്ന കൂട്ടർ നന്മ കാണുന്ന വിഷയത്തിൽ അവൻ ക്ഷണിക്കാത്തവനും തിന്മ കാണുമ്പോൾ അത് തടയാത്തവനും ആ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുന്നുവെങ്കിൽ ആയത്ത് നമുക്കുള്ളതാണ്. ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ, മനുഷ്യ നീ തീർച്ചയായും നഷ്ടത്തിലാ. 4 ആളുകളുടെ മുന്നിൽ, നാട്ടുകാരുടെ മുന്നിൽ, കോളേജിന്റെ മുന്നിൽ, നാട്ടുകാരുടെയും പ്രിയപ്പെട്ടവരുടെയും മുന്നിൽ നീ സ്റ്റാർ ആയേക്കാം, നീ വലിയവനായേക്കാം. പക്ഷെ പടച്ചവന്റെ മുന്നിൽ നീ അട്ടർ ഫ്ലോപ്പാ. പടച്ചവന്റെ മുന്നിൽ ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ, നീ പച്ച പരാജയപ്പെട്ടവനാ, നീ ഒന്നിനും കൊള്ളാത്തവനാണ് പടച്ചവന്റെ മുന്നിൽ. ഈ 4 കാര്യങ്ങൾ നീ ചെയ്തിട്ടില്ലെങ്കിൽ